ദേവ്, എഴുന്നേൽക്ക് ദേവ്. പതിവില്ലാതെയുള്ള വിളി കേട്ടാണ് ദേവൻ കണ്ണു തുറന്നത്. നിതാരയാണ് വിളിക്കുന്നത്. കയ്യിൽ ഒരു കോഫിക്കപ്പും പിടിച്ചാണ് ആളുടെ നിൽപ്പ്. ദേവൻ ഉറക്കം വിടാനായി തലയൊന്നു കുടഞ്ഞു. ഇന്നലെ രാത്രി നിതാരയ്ക്ക് സുഖമില്ലാത്തത് കാരണം അവൻ ഹാളിൽ സോഫയിലാണ് കിടന്നുറങ്ങിയത്. പെട്ടെന്നവൾക്ക് ഒരാവശ്യം വന്ന ഓടിച്ചെല്ലാൻ പാകത്തിന്. അവൻ എഴുന്നേറ്റിരുന്നുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് കോഫി കപ്പ് വാങ്ങി. ഒരു സിമ്പിൾ കുർത്തയായിരുന്നു അവളുടെ വേഷം. താൻ വയ്യാഞ്ഞിട്ടും രാവിലെ കുളിച്ചോ? അവളുടെ തലയിൽ ചുറ്റിക്കെട്ടിയിരിക്കുന്ന ടവൽ കണ്ടവൻ ചോദിച്ചു. നിതാര ചെറിയ പേടിയോടെ പയ്യെ പറഞ്ഞു. കുളിക്കാണ്ട് കിച്ചണിൽ കയറിയ ദേവു വഴക്കു പറയും. അത് ശരി, ഇപ്പൊ അവളിവിടെ ഇല്ലല്ലോ. മാത്രമല്ല തനിക്ക് വയ്യല്ലോ. ഇന്നലെ രാത്രി നല്ല പനിയുണ്ടായിരുന്നു. കോഫി ഒരിറക്ക് കുടിച്ചിട്ട് അവൻ പറഞ്ഞു. ഇപ്പൊ കുറവുണ്ട്, കുഴപ്പമില്ല. നിതാര പറഞ്ഞിട്ട് കിച്ചണിലേക്ക് തിരികെ നടന്നു. അവൾ കൊടുത്ത കോഫിയുടെ രുചിയും ആസ്വദിച്ചവൻ അങ്ങനെ നിന്നുപോയി. കുറച്ചു നേരം കഴിഞ്ഞ് നിരഞ്ജൻ. അവന്റെ ചുമരിൽ ചാഞ്ഞങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ അവൾ വിളിച്ചു. അവളുടെ വിരലുകൾ കോർത്തു പിടിച്ചുകൊണ്ട് തന്നെ അവൻ മൂളി വിളി കേട്ടു. താരുവിന് കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ട് നിരഞ്ജൻ. അരുന്ധതി ഡോക്ടറും അതുതന്നെയാ പറഞ്ഞത്. സാധാരണ ഡ്രഗ് അഡിക്ഷനും മേലെ എന്തോ ഒന്ന്. അവളെന്തോ ക്രൈം ചെയ്തിട്ടുണ്ടാകണം. അതിൻ്റെ ബാക്കി പത്രമാകണം ഈ ശത്രുക്കളൊക്കെ. നിരഞ്ജൻ അവൾ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടിട്ട് മറുപടി പറഞ്ഞു. ദേവു, നമുക്ക് നേരെ ഉണ്ടായ അറ്റാക്ക് അത് നിതാരയുടെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ? ദേവു തല നിവർത്തി അവനെ നോക്കി നെറ്റി ചുളിച്ചു. നിരഞ്ജൻ ഫോണിൻ്റെ ഗാലറിയിൽ നിന്നും സേവ് ചെയ്തിരുന്ന ഒരു വീഡിയോ അവൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തു. ദേവനെ ഫ്ലാറ്റിൽ നിന്നും ബർത്ത്ഡേയുടെ അന്ന് തട്ടിക്കൊണ്ടു പോകുന്ന വീഡിയോ. അത് കഴിഞ്ഞതും ഞെട്ടിയിരിക്കുന്ന അവളോട് ഊട്ടിയിൽ വെച്ചവൻ ചെട്ടിയാരോട് പ്രശ്നമുണ്ടാക്കിയതും സർപ്രൈസായുള്ള ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. എല്ലാം കേട്ട ദേവു കണ്ണും മിഴിച്ചിരുന്നു. പൊട്ടത്തരങ്ങൾ മാത്രം കാണിച്ചിരുന്ന ദേവൻ ഇത്രയും വലിയ പ്രശ്നത്തിൽ അകപ്പെടുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഒടുവിൽ അറിഞ്ഞത് കോയമ്പത്തൂർ വെച്ച് ചെട്ടിയാരെ മീഡിയ പ്രസൻസിൽ അറസ്റ്റ് ചെയ്തുവെന്ന്. അത് ചെന്നൈ ACP ആദിത്യനാണ് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. ആ സമയത്ത് ദേവൻ ചെന്നൈയിൽ പോയിരുന്നില്ലേ? എനിക്കൊരു സംശയം, ആ അറസ്റ്റിന് പിന്നിലും അവനായിരിക്കുമോ എന്ന്. നിരഞ്ജൻ സംശയത്തോടെ പറഞ്ഞു നിർത്തിയത് കേട്ട് അവൾ ഉറപ്പോടെ പറഞ്ഞു. ആണ്, അവൻ തന്നെയാ. ദേവൻ ചെന്നൈയിൽ പോയത് ഈ ACP ആദിത്യന്റെ കല്യാണം കൂടാനാ. നിരഞ്ജന് കാര്യങ്ങളെല്ലാം മനസ്സിലായിരുന്നു. തന്നെ ഫ്ലാറ്റിൽ കയറി കിഡ്നാപ്പ് ചെയ്തതിന് ദേവൻ പകരം വീട്ടിയിരിക്കുന്നു. അതിനു പകരം ചെയ്യാൻ ചെട്ടിയാരിത ഇറങ്ങി തിരിച്ചിരിക്കുന്നു. അതൊക്കെ വിട്ടേക്ക് ദേവു, നമുക്ക് നോക്കാം ഏതറ്റം വരെ പോകുമെന്ന്. നിരഞ്ജൻ അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. സംരക്ഷിക്കാൻ അവനുണ്ടാകുമെന്ന വിശ്വാസത്തിൽ ദേവു നിരഞ്ജനെ ചാരിയിരുന്ന് കണ്ണടച്ചു. ദേവു, എഴുന്നേക്കടോ, നേരം വെളുത്തു. നിരഞ്ജൻ അവളെ തട്ടി വിളിച്ചെഴുന്നേപ്പിച്ചു. വെട്ടം വീണിട്ടുണ്ട്. അവർ തിരിച്ച് റെയിൽവേ സ്റ്റേഷനകത്തേക്ക് കയറി. അടുത്ത ട്രെയിനിന് ടിക്കറ്റ് എടുത്തിട്ട് ദേവുവിനൊരു കോഫിയും വാങ്ങിക്കൊടുത്തവൻ ട്രെയിനിന് വെയിറ്റ് ചെയ്തു. തറവാട്ടിലെത്തി എന്നുള്ള വസുദേവന്റെ മെസ്സേജ് കണ്ട് നിരഞ്ജൻ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴാണ് അവൻ ഇൻസ്റ്റഗ്രാമിൽ കാശിനാഥന്റെ ഫോളോ റിക്വസ്റ്റ് കണ്ടത്. അത് അക്സെപ്റ്റ് ചെയ്ത് ബാക്കി ഫോളോയും കൊടുത്തിട്ട് അവൻ ആ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഫോട്ടോസൊക്കെ ഒന്ന് നോക്കി. അച്ഛനെയും അച്ഛമ്മയെയും അച്ചച്ചനെയും വല്യച്ഛനെയും ഒക്കെ അവൻ നോക്കി മനസ്സിലാക്കി. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഭാവത്തോടെ അവരെയെല്ലാം അവൻ ദേവുവിന് പരിചയപ്പെടുത്തി. അവൻ്റെ ആ നിഷ്കളങ്കത അവൾ ഒത്തിരി ഇഷ്ടത്തോടെ നോക്കി നിന്നു. അല്ലെങ്കിലും പ്രണയിക്കുന്ന ആളെ അയാൾ അറിയാതെ നോക്കി നിൽക്കാൻ വല്ലാത്തൊരു ഫീലാണ്. ജിതിനും നന്ദനും കാര്യമായ ആലോചനയിലാണ്. നന്ദൻ്റെ വീട്ടിൽ ഓഫീസ് മുറിയിൽ കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചധികമായി. നിത്താരയെ എങ്ങനെ വീണ്ടും അവരുടെ വരുതിയിലേക്ക് എത്തിക്കാം എന്നുള്ളതായിരുന്നു അവരുടെ ചിന്തകൾ. അവളെ കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ വഴികളും അടഞ്ഞു. നിത്താരയൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു പോലുമില്ല, അല്ലെങ്കിൽ നേരിട്ട് ഭീഷണിപ്പെടുത്താമായിരുന്നു. അപ്പോഴാണ് നന്ദന് ഫോൺ വന്നത്. ജിതിനെ ഒന്ന് നോക്കിയിട്ട് അവൻ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ അങ്കിൾ. അവൻ്റെ ആ അഭിസംബോധനയിൽ തന്നെ വിളിക്കുന്നതാരാണെന്ന് ജിതിന് മനസ്സിലായി.
എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നന്ദൻ്റെ നട്ടെല്ല് തന്നെ അയാളാണല്ലോ. സാധാരണ നിലയിലുള്ള നന്ദന എക്സ്പോർട്ടേഴ്സിൻ്റെ MDയെ ഇക്കാണുന്ന ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഡ്രഗ്സ് ഡീലിങ്സിൽ കോർത്തിണക്കിയതും അയാൾ തന്നെയാണല്ലോ. പുറത്താർക്കും അയാളെ അറിയില്ല, പേരോ രൂപമോ പോലും. അങ്ങനെയുള്ള അയാളുടെ ഐഡൻറ്റിറ്റി നന്ദിത് ചന്ദ്രശേഖരൻ എന്ന നന്ദനാണ്. അവനെ മുന്നിൽ നിർത്തി കളിച്ച ബിസിനസ് നാടകങ്ങൾക്ക് അവസാനമാണ് അയാളുടെ ഏകമകൾ പ്രഭയെ നന്ദന് വിവാഹം കഴിച്ചു കൊടുത്തത്. കാര്യം ഭൂലോക ക്രിമിനൽ ആണെങ്കിലും അയാൾക്ക് പ്രഭയെ ജീവനാണ്. അവളുടെ കണ്ണ് നിറയുന്നതൊന്നും അയാൾ ചെയ്യില്ല. നന്ദൻ ആ ഫോൺ അവസാനിപ്പിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിലൂറിയ മന്ദഹാസം കണ്ട് ജിതിനും പുഞ്ചിരിച്ചു. എന്താ ബോസ്, എന്തേലും വഴിയുണ്ടോ? ആകാംക്ഷയോടെ ജിതിൻ ചോദിക്കുന്നത് കേട്ട് നന്ദൻ പുഞ്ചിരിച്ചു. ഫ്ലാറ്റിൽ നിതാര ഒറ്റയ്ക്കാണ്. ശിഖന്യയും നിരഞ്ജനും ഇവിടെ ഇല്ല. ഉള്ളത് ശ്രീദേവ് മാത്രമാണ്. അവനില്ലാത്ത നേരം നോക്കി നമുക്ക് അവൾക്കടുത്തെത്തണം. നന്ദൻ പറഞ്ഞത് കേട്ട് ജിതിൻ പറഞ്ഞു, അത് നമുക്ക് വർഷയെ വിടാം. അവളാകുമ്പോൾ ആർക്കും സംശയം തോന്നില്ല. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് നന്ദനും ജിതിനും ഓഫീസ് മുറിയിൽ നിന്നും ഇറങ്ങിയത്. താഴെ ഇറങ്ങി വന്നപ്പോൾ ഉച്ചഭക്ഷണം വിളമ്പുകയായിരുന്നു പ്രഭ. അവരെ കണ്ട് അവൾ പറഞ്ഞു, വാ ഇരിക്ക്, കഴിച്ചിട്ട് മതി ഇനി നിങ്ങളുടെ പ്ലാനിംഗ് ഒക്കെ. നന്ദൻ അവളെ നോക്കി ചിരിയോടെ കൈ കഴുകി വന്ന് കഴിക്കാനിരുന്നു. ജിതിൻ അവിടെ തന്നെ മടിയോടെ നിൽക്കുന്നത് കണ്ട് അവൻ പറഞ്ഞു, കൊല്ലം എത്രയായടാ കൂടെ കൂടിയിട്ട്. ഇപ്പോഴും ഒരു ടേബിളിലിരുന്ന് കഴിക്കാൻ പറഞ്ഞാ അവന് പറ്റില്ല. ഇങ്ങോട്ട് വന്നിരുന്നേ ജിതിനെ. കുറച്ച് ഗൗരവത്തിലാണ് നന്ദൻ അത് പറഞ്ഞത്. അത് ശരിവെക്കും പോലെ പ്രഭയും തലയാട്ടി. ജിതിൻ മറുത്തൊന്നും പറയാതെ കഴിക്കാൻ വന്നിരുന്നു. പ്രഭ സന്തോഷത്തോടെ അവരിരുവർക്കും ചോറ് വിളമ്പി. എനിക്ക് പറ്റില്ല ജിതിൻ, ഇപ്പം തന്നെ ആരെങ്കിലും എന്തെങ്കിലും അറിയുമോ എന്ന് പേടിച്ചാ ഞാൻ ജീവിക്കുന്നത്. നിത്താരയുടെ അടുക്കൽ ഡ്രഗ്സുമായി പോകണമെന്ന ആവശ്യമായി തന്നെ കാണാനെത്തിയ ജിതിനോട് വർഷ കയർത്തു. അവളുടെ ഓഫീസിൻ്റെ പുറത്തുള്ള ഒരു കോഫി ഷോപ്പിലാണ് അവർ കണ്ടുമുട്ടിയത്. ജിതിൻ ഒന്നും മിണ്ടാതെ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. ആ നോട്ടം താങ്ങാനാകാതെ അവളൊന്ന് പതറി. നീ കൂടുതലൊന്നും പറയണ്ട, ചോദിക്കുമ്പോഴൊക്കെ ക്യാഷ് തരുന്നുണ്ടല്ലോ, പിന്നെ മര്യാദയ്ക്ക് പറയുന്ന പണി ചെയ്തോളണം. താക്കീതുപോലെ പറയുന്നവനെ അവൾ പേടിയോടെ ഒന്ന് നോക്കി. എന്നിട്ട് പതിയെ പറഞ്ഞു, അങ്ങനെയല്ല ജിതിൻ, നിതാര എന്നെപ്പറ്റി എന്തെങ്കിലും ശിഖന്യോട് പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാനിപ്പോൾ കഴിയുന്നത്. വരുൺ എന്തെങ്കിലും അറിഞ്ഞാലുള്ള അവസ്ഥ എനിക്ക് ചിന്തിക്കാനേ സാധിക്കുന്നില്ല. അവളുടെ മയപ്പെട്ട സംസാരം കേട്ട് ജിതിനും ഒന്നലിഞ്ഞു. ഇതുവരെ നമ്മൾ സേഫാണ്, ആർക്കും ഒരു ഡൗട്ടും ഇല്ല. ശ്രീദേവ് അവിടെ ഇല്ലാത്ത സമയം നോക്കി നീ അവിടെ പോണം. നിതാരയെ കണ്ട് ദാ ഇത് കൊടുക്കണം. അവൻ പോക്കറ്റിൽ നിന്ന് ചെറിയൊരു പാക്കറ്റ് എടുത്ത് മുന്നിൽ വെച്ചു. പഴയതുപോലല്ല, അവൾ ഇത് കഴിക്കാൻ കൂട്ടാക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും സ്വീറ്റ്സിലോ ജ്യൂസിലോ മിക്സ് ചെയ്ത് കൊടുക്കണം. മാത്രമല്ല കുറച്ച് സോഫ്റ്റായിട്ട് നിന്നോ. കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ജിതിൻ യാത്ര പോലും പറയാതെ പോകാനായി എഴുന്നേറ്റു. തിരികെ നടന്ന് ജീപ്പിലേക്ക് കയറുന്ന ജിതിനെ വർഷ കണ്ണെടുക്കാതെ നോക്കി നിന്നു. എന്നാണ് ഇവനൊന്ന് മയപ്പെടുക? പക്ഷെ അവൾക്കറിയില്ലല്ലോ, കേവലം പണത്തിനു വേണ്ടി മാത്രമല്ല അവൻ നിത്താരയുടെ ജീവൻ എടുക്കാൻ തുനിയുന്നതെന്ന്. അതിനും മേലെ അവൻ്റെ പ്രാണന്റെ കണക്ക് തീർക്കാനാണെന്ന്. ഫ്ലാറ്റിൽ വെറുതെ ഇരുന്നപ്പോൾ നിത്താരയ്ക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. ബാൽക്കണിയിൽ പോയി നിന്ന് മഴ നനയാൻ തോന്നിയ നേരത്തെ അവൾ സ്വയം ശപിച്ചു. പനി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം തനിക്കും പോകാമായിരുന്നു ദേവുവിനൊപ്പം. ദേവൻ രാവിലെ കാപ്പിയും കഴിച്ചു പോയതാണ്. അവനിപ്പോൾ തീരെ സമയമില്ല. പുതിയ കമ്പനിക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ഓരോരോ ഉത്തരവാദിത്തങ്ങളെ. അങ്ങനെ ഓരോന്നോർത്തിരിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ലടിച്ചത്. ദേവനാകുമോ? അല്ലാതാര് വരാനാ എന്നോർത്തവൾ വാതിൽ തുറന്നു. സാധാരണ മട്ടിൽ വാതിൽ തുറന്ന അവളുടെ സമനില തെറ്റിക്കാൻ പാകത്തിലുള്ള ഒരതിഥിയായിരുന്നു മുന്നിൽ. ചുണ്ടിൽ ഫിറ്റ് ചെയ്ത പുഞ്ചിരിയുമായി നിൽക്കുന്ന വർഷയെ കണ്ടവൾ പ്രേതത്തെ കണ്ടതുപോലെ വിളറി വെളുത്തുപോയി. ഉള്ളിലുണ്ടായിരുന്ന ഇഷ്ടക്കേട് മുഴുവൻ കാണിച്ചുകൊണ്ട് നിതാര ചോദിച്ചു, എന്തിനാ വന്നേ? അത് കേട്ട് വർഷ തെല്ലും കോപമില്ലാതെ പുഞ്ചിരി മായ്ക്കാതെ പറഞ്ഞു, നീ എന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് മോളെ? ഞാൻ എത്ര തവണ വിളിച്ചു? എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട, കാണുകയും വേണ്ട. പ്ലീസ് ഒന്ന് പോകാമോ? നിതാര അനിഷ്ടത്തോടെ പറഞ്ഞിട്ട് അകത്തേക്ക് വലിഞ്ഞ് വാതിലടയ്ക്കാൻ ശ്രമിച്ചു. നിൽക്ക് മോളെ, ഞാൻ വന്നത് ഒരു സോറി പറയാനാ. ഞാൻ ചെയ്തതൊക്കെ തെറ്റാ മോളെ. ഞാൻ മോളുടെ സാഹചര്യം ഉപയോഗിക്കുകയായിരുന്നു. വർഷ വരുത്തിക്കൂട്ടിയ വിഷാദത്തോടെ പറയുന്നത് കേട്ട് നിതാര അവളെ ഒന്ന് തുറച്ചു നോക്കി.
മോളെ, ഞാൻ ജിതിനുമായി പിരിഞ്ഞു. ഇപ്പോൾ ഡിവോഴ്സ് മൂവ് ചെയ്യാണ്. അപ്പോൾ അവൻ്റെ കൂടി ചെയ്ത തെറ്റ് തിരുത്തണമെന്ന് തോന്നി. അതാ നിന്നെ കാണാൻ വന്നത്. സോറി, എന്നോട് ക്ഷമിക്കണേ മോളെ. വർഷ കള്ളക്കരച്ചിലോടെ മുഖം കുനിച്ചു. പണ്ടേ സത്യം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത താരു ആകെ ധർമ്മസങ്കടത്തിലായി. ഇവരെ വിശ്വസിക്കണോ? മോള് വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് വാങ്ങണം. എൻ്റെ പിറന്നാൾ കൂടിയാണിന്ന്. കയ്യിലുണ്ടായിരുന്ന സ്വീറ്റ് ബോക്സ് മുന്നിലേക്ക് നീട്ടി വർഷ കണ്ണു തുടച്ചു. അവളുടെ അടവിൽ വീണുപോയതുപോലെ നിതാര അത് കയ്യിൽ വാങ്ങി. അവൾക്കെന്തോ എന്തു പറയണമെന്നറിയില്ല. തന്ത്രം വിജയിച്ച സന്തോഷത്തിൽ വർഷ വേഗം അവളോട് യാത്ര പറഞ്ഞ് തിരിച്ചിറങ്ങി. ദേവനെപ്പോ വരുമെന്ന് പറയാനാകില്ലല്ലോ. വർഷ പോയിട്ടും അവൾ ആ നിൽപ്പ് തുടർന്നു. പിന്നെ കയ്യിലിരുന്ന ബോക്സ് ടേബിളിലേക്ക് വെച്ചിട്ട് പോയെന്ന് കിടന്നു. അവളെ കണ്ടതു മുതൽ തല പൊട്ടിപ്പിളരുന്ന വേദന തോന്നുന്നുണ്ട്. നേരം ഒരുപാട് കടന്നുപോയി. മധുരമൂറുന്ന ആ സ്വീറ്റ്സ് ബോക്സിൽ നിന്നും ഒരു ലഡു എടുത്ത് ആ കൈകൾ വായിലേക്ക് വച്ചു. കൊക്കൈൻ കലർത്തിയ ആ മധുരം കഴിച്ച് ലഹരിയുടെ മായിക ലോകത്തേക്ക് അവൾ സഞ്ചരിച്ചു. ദേവ് തറവാട്ടിലെത്തിയപ്പോൾ സന്ധ്യ കടന്നിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടാക്സി പിടിച്ച് അവൾ തറവാട്ടിലേക്ക് പോയപ്പോൾ നിരഞ്ജൻ നേരെ ഒരു ഹോട്ടലിലേക്കാണ് പോയത്. അവളാകുന്നതും തറവാട്ടിലേക്ക് വിളിച്ചെങ്കിലും അവൻ പോയില്ല. മാത്രവുമല്ല, കൂടെ അവനുണ്ടെന്ന് പറയുകയും അരുതെന്ന് വിലക്കിയവൻ. എൻ്റെ ദേവു, നിനക്ക് ഫ്ലാറ്റിൽ വന്നാ പോരെ? എൻ്റെ ദേവു, നിനക്ക് ഫ്ലൈറ്റിൽ വന്നാ പോരെ? എങ്കിൽ 2 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. അതിനാ ഇത്രയും ചുറ്റി ട്രെയിനിൽ വന്നത്. ആ ചെക്കനുണ്ടല്ലോ ദേവൻ, അവനോടുകൂടി വരാൻ പറയാത്തത് എന്താ? അവൻ അവിടെ എന്താ ഇത്ര വലിയ പണി? ദേവകിയമ്മ അവളെ കണ്ട പാടെ വഴക്ക് പറയാൻ ആരംഭിച്ചു. എന്താ ഏട്ടത്തി ഇത്? കുഞ്ഞിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. സുലോചന ദേവുവിനെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചായ കൊടുത്തു. തൽക്കാലത്തേക്ക് ദേവകിയമ്മ ഒന്ന് നിർത്തിയെങ്കിലും നാളെ രാവിലെ തന്നെ പോകുമെന്ന് പറഞ്ഞത് കേട്ട് വീണ്ടും തുടങ്ങി. നീ രാവിലെ തന്നെ പോകുന്നത് എന്തിനാ? എന്തായാലും നാളെ കൂടെ ലീവല്ലേ, വൈകിട്ട് പോയാലും മതി. അല്ലമ്മേ, അത് ദേവു മറത്തെന്തോ പറയാൻ തുടങ്ങുന്നത് കേട്ട് ദേവകിയമ്മ സെന്റി ട്രാക്കിലേക്ക് മാറി. അല്ലേലും വയസ്സാം കാലത്ത് ഞാൻ ഒറ്റയ്ക്കാണല്ലോ. 2 മക്കളുള്ളത്. അവർക്ക് അമ്മയെ വേണ്ട. എൻ്റെ സുദേവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. അവർ സാരിത്തുമ്പാൽ മൂക്കു തുടച്ചു. എൻ്റെ അമ്മേ, കൂടിപ്പോയാൽ 1 വർഷം. അപ്പോഴേക്ക് ഞാൻ ജോലി റിസൈൻ ചെയ്തിങ്ങ് വരില്ലേ? ദേവു അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് മുറിയിലേക്ക് പോയി. അല്ലെങ്കിലും മുൻപേ തീരുമാനിച്ചു വെച്ച കാര്യമാണ്. 2 വർഷത്തേക്ക് മാത്രമാണ് ജോലിക്ക് പോകുന്നത്. അപ്പോഴേക്കും 25 വയസ്സാകും. കല്യാണത്തിനുള്ള സമയം. ദേവന്റെ കൂടെ പ്രായം കണക്കിലെടുത്താണ് അങ്ങനെ ഒരു തീരുമാനം. ഇല്ലെങ്കിൽ 23 കഴിയുമ്പോഴേക്കും പെൺകുട്ടികളെ കെട്ടിച്ചയക്കും തറവാട്ടിൽ നിന്ന്. അശ്വിൻ്റെ ഭാര്യ രേഷ്മയും 23-ാം വയസ്സിൽ വിവാഹം കഴിപ്പിച്ചയച്ചതാണ്. ഈ ദേവുവിനേക്കാളും 2 വയസ്സ് മാത്രം മൂത്തതാണല്ലോ അവൾ. ഇനിയുള്ള വിവാഹം ദേവുവിനും ദേവനും അജുവിനുമാണ്. ബാക്കിയുള്ളവർ പഠിക്കുന്ന കുട്ടികളല്ലേ. മുറിയിൽ പോയി ഫ്രഷായിട്ടൊക്കെ ഇരുന്നപ്പോഴാണ് നിരഞ്ജന്റെ കോൾ വന്നത്. അവനോട് സംസാരിച്ചിരുന്ന് നേരം പോയതവൾ അറിഞ്ഞില്ല. ഒടുക്കം ആരി വന്ന് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് ദേവു താഴേക്ക് പോയത് പോലും. ദേവ്, വരുണിനെയും നന്ദനെയും കാണാഞ്ഞിട്ട് അവർ പറഞ്ഞ കോഫി ഷോപ്പിലെത്തി ബുള്ളറ്റ് പാർക്ക് ചെയ്ത് അകത്തേക്ക് നടക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ആ ഒരു വിളി ശ്രീദേവ് കേൾക്കുന്നത്. അവൻ തിരിഞ്ഞു നോക്കി. പരിചയമുള്ള മുഖങ്ങളൊന്നുമില്ല. പക്ഷെ തൻ്റെ നേരെ ഒരു പെൺകുട്ടി നടന്നു വരുന്നുണ്ട്. ആരാണെന്ന് അറിയില്ല. അവൾ തന്നെ കടന്നു പോയപ്പോഴാണ് തൻ്റെ മുന്നേ പോയ മറ്റാരെയോ ആണ് അവൾ വിളിച്ചതെന്ന് അവന് മനസ്സിലായത്. സ്വയം തലയ്ക്കൊരടി കൊടുത്തവൻ മുന്നോട്ട് നടന്നു. അപ്പോഴാണ് അവൻ രാവിലെ നിതാര വിളിച്ച പേരോർത്തത്. ദേവ്. ഇന്ന് വരെ മറ്റാരും വിളിച്ചിട്ടില്ലാത്ത പേര്. എല്ലാവരും ദേവ എന്നേ വിളിക്കാറുള്ളൂ. ദേവു മാത്രം ശ്രീ എന്നും. അവളെ ഓർത്തപ്പോൾ വെറുതെ അവളോടൊന്ന് സംസാരിക്കണം എന്നവന് തോന്നിപ്പോയി. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു. എന്തു പറഞ്ഞാൽ വിളിക്കുക? പനിയല്ലേ, കുറവുണ്ടോ എന്ന് അന്വേഷിക്കാം. വലിയ കാര്യത്തിൽ ഫോൺ എടുത്തപ്പോഴാണ് അവളുടെ നമ്പർ കയ്യിലില്ല എന്നവൻ ഓർത്തത്. GPayയിൽ നോക്കിയെങ്കിലും കണ്ടില്ല. ആദ്യം കണ്ടപ്പോൾ 5000 രൂപ കൊടുത്തിരുന്നല്ലോ. അല്ല, ആദ്യം കണ്ടപ്പോഴല്ല. ആദ്യം കണ്ടപ്പോൾ ബോധമില്ലായിരുന്നല്ലോ. രണ്ടാമത് കണ്ടപ്പോൾ, അതായത് ബോധത്തോടെ ആദ്യം കണ്ടപ്പോൾ. അപ്പോഴേക്കും വരുണും നന്ദനും ഇരിക്കുന്ന ടേബിളിലേക്ക് അവൻ എത്തിയിരുന്നു. നന്ദന്റെ മുഖത്തെ സങ്കടം കണ്ടപ്പോൾ തന്നെ ദേവന് മനസ്സിലായി അവൻ്റെ വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നന്ദഗോപൻ നമ്പ്യാർ എന്ന നന്ദന്റെ ഡാഡി ഗോപൻ നമ്പ്യാർ ആളൊരു ചൂടനാണല്ലോ. സിംഗപ്പൂർ ബേസാക്കി പ്രവർത്തിക്കുന്ന വലിയ ജ്വല്ലറി ഉടമ. പക്ഷെ അതിൻ്റെ ഗുണമൊന്നും നന്ദനില്ല. അവനിപ്പോഴും ഒരു KG പയ്യൻ തന്നെ. എന്താടാ, എന്തോ പറ്റി? കെമിസ്ട്രി ബുക്ക് കളഞ്ഞ അണ്ണാനെ പോലെ ഇരിക്കുന്നു. ദേവൻ ചെയർ നീക്കിയിട്ടിരുന്നു. പക്ഷെ നന്ദൻ ഒന്നും മിണ്ടാതെ കരച്ചിൽ തുടങ്ങി.
അത് കേട്ട് വരുൺ ചിരിയോടെ പറഞ്ഞു, ഇത് കെമിസ്ട്രി ബുക്ക് പോയതല്ലടാ, കെമിസ്ട്രി പ്രൊജക്റ്റ് കീറിയതാ. ദേവൻ കാര്യം മനസ്സിലാവാതെ കണ്ണുമിഴിച്ചു. ഞാനൊന്ന് സ്നേഹയെ കാണാൻ പോയതാ, ഒരാവശ്യമില്ലാണ്ട് ഇവനും കയറി വന്നു കൂടെ. അപ്പൊ പിന്നെ ഇവനെ ഹോളിലിരുത്തിയിട്ട് ഞാനും അവളും കൂടി ഒന്ന് പുറത്തോട്ട് പോയി. ആ നേരം കൊണ്ട് ഈ വൃത്തികെട്ടവൻ അവിടെ ടേബിളിലിരുന്ന തീർത്ഥയുടെ കെമിസ്ട്രി പ്രോജക്റ്റ് എടുത്ത് കീറി റോക്കറ്റ് ഉണ്ടാക്കി. അവളത് കണ്ടിട്ട് കരണം നോക്കിയൊന്ന് പൊട്ടിച്ചു. ദൈവമേ, എൻ്റെ പേരോ? വരുൺ ചിരിയടക്കി പറയുന്നത് കേട്ടിട്ട് ദേവന് പോലും ചിരി വന്നു പോയി. ഡാ, നല്ലോണം വേദനിച്ചോ? ദേവനും കൂടെ കളിയാക്കി ചോദിക്കുന്നത് കേട്ട് നന്ദൻ ദേഷ്യത്തോടെ എന്നാൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പോടാ നാറി. അത് കേട്ട് വരുണും ദേവനും പൊട്ടിച്ചിരിച്ചു. സ്നേഹപാവമാണ്, എല്ലാവരോടും അടിയുണ്ടാക്കി നടക്കുന്ന ഒരു പാവക്കുട്ടി. അതിൻ്റെ നേരെ വിപരീതമാണ് തീർത്ഥ. ദേഷ്യം പ്ലസ് ടെറർ, അതാണ് അവളുടെ ഒരു രീതി. കൂട്ടുകാരെ, ഞാനല്ല കേട്ടോ. ദേവനോടും വർണ്ണനോടും മിണ്ടുമെങ്കിലും നന്ദനെ അവൾക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ. ഓരോ തവണ കാണുമ്പോഴും അവൻ ഇതുപോലെ ഓരോന്നൊപ്പിക്കും. അത് തന്നെ കാരണം. മൂളിപ്പാട്ടൊക്കെ പാടി ലിഫ്റ്റിൽ നിന്നിറങ്ങി ദേവൻ ഡോറിന് മുന്നിൽ വന്ന് നിന്നു. കോളിംഗ് ബെല്ലടിച്ച് 2 മിനിറ്റകം നിതാര വാതിൽ തുറന്നു. അവൾക്കൊരു ചിരിയും പാസാക്കി ദേവൻ റൂമിലേക്ക് പോയി. ഒന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും ടേബിളിൽ കോഫി ഉണ്ടായിരുന്നു. അതൊന്ന് നോക്കിയിട്ട് അവൻ തുറന്നു കിടന്ന കിച്ചണിലേക്ക് ഒന്ന് പാളി നോക്കി. നിതാര അകത്തെന്തോ വലിയ പണിയിലാണ്. ദേവ്, പാസ്ത കഴിക്കുമോ? അവൾ ചോദിച്ചത് കേട്ട് ദേവൻ ഉവ്വെന്ന് പറഞ്ഞു. എന്നാ പിന്നെ പാസ്ത ഉണ്ടാക്കട്ടെ. അവൻ മറുപടി പറയാൻ മുൻപേ അവൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ടേബിളിലിരുന്ന സ്വീറ്റ്സ് ബോക്സ് അവൻ്റെ കണ്ണിൽ പെട്ടത്. ആഹാ, കൊള്ളാലോ, എങ്കിൽ പിന്നെ കുറച്ച് മധുരം കഴിക്കാം. ആരോടെന്നില്ലാതെ പറഞ്ഞുകൊണ്ട് ദേവൻ ബോക്സ് തുറന്ന് ഒരു ലഡു കയ്യിലെടുത്തു. അല്പം മധുരം കഴിക്കൂ, അല്പം നല്ലത് ചെയ്യൂ. ഡയറി മിൽക്കിൻ്റെ പരസ്യവാചകവും പറഞ്ഞവൻ ആ ലഡു അകത്താക്കി. കുറച്ചു നേരത്തിന് ശേഷം പാസ്തയുമായി വന്ന നിതാര ദേവന്റെ കോലം കണ്ട് തലയ്ക്ക് കൈവച്ചു പോയി. ടേബിളിലിരുന്ന ജഗ്ഗിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ അതാ ദേവൻ തലവഴി ഒഴിക്കുന്നു. കസേരയിൽ ഇരിക്കുകയാണവൻ. നിതാര വേഗം അവൻ്റെ കയ്യിൽ നിന്ന് ജഗ്ഗ് വാങ്ങി വച്ചു. ദേവ്, ദേവ്, എന്താ ഇത്? അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, എടുക്കടി എൻ്റെ 5000 രൂപ, എടുക്കടി. നിതാര അമ്പരന്ന് പോയിരുന്നു. ഇവനിതെന്താണ് പറ്റിയത്? പോട്ടെ, എൻ്റെ കാശല്ലല്ലോ, ദേവുവിൻ്റെ അല്ലേ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ദേവൻ പറഞ്ഞുകൊണ്ട് തലയൊന്നു കുടഞ്ഞു. എന്നിട്ട് നിതാരയെ പിടിച്ച് മുന്നിലെ കസേരയിലിരുത്തി. ദാ ഇവിടെ ഇരുന്നേ, എന്നിട്ട് ഞാൻ പറയുന്നതെല്ലാം കേൾക്ക്. പാതി ബോധത്തിൽ കിളികൾ പറത്തി ദേവൻ പറഞ്ഞു തുടങ്ങി. എന്നാൽ ദേവന് പെട്ടെന്നെന്താ പറ്റിയതെന്നറിയാതെ നിതാര അമ്പരന്നു പോയിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, റിമെമ്പർ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ടായിരുന്നു, കവിത. എന്താ? കവിത. ക-വി-ത. ഓരോ അക്ഷരങ്ങളായി പറഞ്ഞു പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന അവനെ നിതാര അന്തം വിട്ട് നോക്കിയിരുന്നു. ഒരു ദിവസം ഞാൻ പോയി അവളോട് ഇഷ്ടമാണെന്നങ്ങ് പറഞ്ഞു. അപ്പം അവൾ എന്നോട് പറയുക ഇഷ്ടം തെളിയിക്കണമെന്ന്. അങ്ങനെ ഞാനൊരു അടാറ് ലവ് ലെറ്റർ അങ്ങ് എഴുതി. ഇച്ചിരി ഒറിജിനാലിറ്റിക്ക് വേണ്ടി കുളത്തിൽ നിന്ന് 2 മീൻ പിടിച്ച് അതിൻ്റെ ചോര കൂടി എടുത്തു. മീനിൻ്റെ ചോര എന്ന് കേട്ടതും നിതാരയുടെ മുഖം വല്ലാതായി. ബ്ലാ. അവളുണ്ടല്ലോ, ആ ദേവു, എൻ്റെ കൂടപ്പിറപ്പ് തെണ്ടി. ആ പിശാജ് അത് സ്കൂളിൽ മൊത്തം പാട്ടാക്കി. പിന്നെ അങ്ങോട്ടെല്ലാവരും എന്നെ മീൻമുള്ളേന്ന് വിളിക്കായിരുന്നു. അത് കേട്ടതും നിതാര അമർത്തി ഒന്ന് ചിരിച്ചുപോയി. പക്ഷെ ദേവന് വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. പിന്നങ്ങോട്ട് ഞാൻ ഇൻട്രോവേർട്ടായി. കുറച്ച് നാൾ കഴിഞ്ഞ് കോളേജിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരുത്തിയെ കിട്ടി, മീന. കുറേ നാൾ അങ്ങനെ ഇങ്ങനെ മരം ചുറ്റിയൊക്കെ പ്രേമിച്ചു. ഒരു ദിവസം കാലത്ത് അവൾ വിളിച്ചിട്ട് പറയുക 10 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ വരണമെന്ന്. വലിയ കാര്യത്തിൽ കാവടി തുള്ളി ഒരുങ്ങിപ്പോയി. അവിടെ എത്തിയപ്പോൾ ഒരു കുരങ്ങനെ കാണിച്ചിട്ട് പറയുക അവളുടെ വീടിനടുത്തുള്ള പയ്യനാ, വീട്ടുകാർ സമ്മതിക്കുന്നില്ല, അപ്പം രജിസ്റ്റർ ചെയ്യാൻ വന്നതാ, ഞാനാ സാക്ഷിയെന്ന്. ആസ് യൂഷ്വൽ ഞാൻ വീണ്ടും ആരായി? ശശാങ്കൻ. അതുകൂടി കേട്ടതും നിതാര പൊട്ടിച്ചിരിച്ചു പോയി. അവൾ ചിരിക്കുന്നത് കണ്ടതും ദേവൻ പറഞ്ഞു, ചിരിച്ചോ ചിരിച്ചോ, ഒരു ലോല ഹൃദയനായ കാമുകന്റെ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ സ്ത്രീകളൊക്കെ തേപ്പുകെട്ടികളാ. അതും പറഞ്ഞ് വേച്ച് എഴുന്നേറ്റ് മുറിയിലേക്ക് പോകുന്ന അവനെ നോക്കിയിരുന്നപ്പോഴാണ് ടേബിളിൽ തുറന്നിരിക്കുന്ന സ്വീറ്റ് ബോക്സ് അവൾ കണ്ടത്.
ദേവ് ഇത് കഴിച്ചു കാണുമോ? അവൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി മനസ്സിലോർത്തു. വർഷ കൊണ്ടുവന്ന സ്വീറ്റ് കഴിച്ചിട്ടാകുമോ ദേവ് ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ പെരുമാറിയത്? നിതാരയുടെ നെറ്റി ചുളിഞ്ഞുപോയി. വീണ്ടും ചതി. ശിഖന്യയും നിരഞ്ജനും അടുത്ത ദിവസം രാവിലെ തന്നെ ഫ്ലൈറ്റിൽ ഹൈദരാബാദ് എത്തിയിരുന്നു. എയർപോർട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇരുവരും 2 വഴിക്ക് യാത്രയായി. ദേവ് ഫ്ലാറ്റിലെത്തുമ്പോൾ 10 മണിയായിരുന്നു. കോളിംഗ് ബെൽ കേട്ട് നിതാര ഉറക്കച്ചവടോടെ കണ്ണു തിരുമ്മി വാതിൽ തുറന്നു. നീ ഇപ്പോൾ ഉറക്കം എഴുന്നേറ്റതേ ഉള്ളോ? മണി 10 ആയല്ലോ. അകത്തേക്ക് കയറി ബാഗ് സോഫയിലേക്ക് വച്ചുകൊണ്ട് അവൾ ചോദിച്ചു. എന്നാ നിതാര കണ്ണു തിരുമ്മി നോക്കിയത് ദേവനെയാണ്. എവിടെ ദേവ്? വെളിവ് വീണോ ആവോ? മനസ്സിൽ അതോർത്ത് നിന്ന് അവൾ ദേവു ചോദിച്ചത് കേട്ടില്ല. അത് കണ്ട ദേവു അവളോട് ഒന്നുകൂടി ചോദിച്ചു. എന്റെ താരു, നീ ഇത് ഏത് ലോകത്താ? നീ ഇപ്പൊ എഴുന്നേറ്റതേ ഉള്ളോ? താരു ഒന്ന് മൂളി. എന്നിട്ട് വാഷ്റൂമിലേക്ക് പോയി. ഫ്രഷായി വന്നപ്പോൾ ദേവു കിച്ചണിൽ പോയൊരു കോഫിയും എടുത്തു വന്നിരുന്നു. ദേവു, ഇന്നലെ എന്നെ കാണാൻ ഇവിടെ ഒരാൾ വന്നിരുന്നു. കുറച്ചു നേരം അവളോട് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ദേവുവിനടുത്തായി ഇരുന്നിട്ട് അവൾ പറഞ്ഞു. ആര്? ദേവു കാപ്പി ഒരിറക്ക കുടിച്ചുകൊണ്ട് അവളെ സംശയത്തോടെ നോക്കി. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, വർഷ. ആ പേര് പറഞ്ഞപ്പോൾ അവളുടെ പല്ല് അറിയാതെ ഞെരിഞ്ഞുപോയി. ദേവു അവളെ സംശയത്തോടെ നോക്കി. അവളിവിടെ വന്നിരുന്നു ദേവു. ഇത്തവണ മാപ്പ് പറച്ചിലൊക്കെ ആയിരുന്നു. എല്ലാം അഭിനയമാണ്. ഐ ഹേറ്റ് ദാറ്റ് വുമൺ. നിതാര അമർഷത്തോടെ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടെങ്കിലും ദേവു ഒന്നും പറഞ്ഞില്ല. എന്താണ് പറയേണ്ടതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. താരു, നീ പറയുന്ന വർഷ എനിക്ക് പരിചയമുണ്ട്. നിതാര അമ്പരന്നു പോയി. ഒരാവശ്യവുമില്ലാതെ തൻ്റെ ജീവിതം നശിപ്പിക്കുന്ന വർഷയെ ദേവുവിനറിയാമെന്നോ? ദേവു ഫോണിൽ നിന്ന് വർഷയും ദേവുവും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ കാട്ടി കുഴഞ്ഞു നിൽക്കുന്ന താരുവിനോട് പറഞ്ഞു. ഇത് വരുണിന്റെ ചേച്ചിയാണ്. എനിക്കറിയാവുന്ന വർഷേച്ചി പാവമാണ്. അച്ഛനും അമ്മയും ഇല്ലാത്ത ചേച്ചി ഒറ്റയ്ക്കാണ് വരുണിനെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം. പക്ഷെ വർഷയ്ക്ക് എന്തിനാണ് നിന്നോട് ദേഷ്യം? അവരെന്തിനാ നിന്നിങ്ങനെ ഉപദ്രവിക്കുന്നേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ താരു. അറിയാതെ എന്തെങ്കിലും ആർക്കേലും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടോ നീ? നിതാരയുടെ കണ്ണ് നിറഞ്ഞുപോയി. ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കൂട്ടുകാരിയാണ് ചോദിക്കുന്നത്. പക്ഷെ എന്ത്? ഇന്നേ വരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അറിയാതെ പോലും ഒരു പ്രശ്നത്തിലും ചാടിയിട്ടില്ല. സുഹൃത്തുക്കൾ പോലും വിരളം. ആരോടും സഹകരിക്കാൻ താല്പര്യമില്ലാതെ ഇൻട്രോവേർട്ടായി പോയ ഒരാളായിരുന്നു താരു. നീ കരയല്ലേ താരു. എന്ത് വന്നാലും ഞാനില്ലേ നിന്റെ കൂടെ. ഒരു പ്രശ്നവും വരില്ലെന്നേ. ദേവു അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. താരു ഒന്നും മിണ്ടാൻ കഴിയാതിരുന്നു പോയി. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ ആ ദിവസവും കടന്നുപോയി. സംഭവിച്ചതെന്താണെന്ന് കൃത്യമായി അറിയില്ലെങ്കിലും തനിക്കെന്തോ പറ്റിയിരുന്നു എന്ന് ദേവന് തോന്നി. പക്ഷെ താരുവിനോട് പറഞ്ഞ വീരപ്രണയകഥകൾ അവൻ ഓർമ്മ പോലുമില്ല. ഓഫീസിലേക്ക് വരാൻ താല്പര്യമില്ലാതിരുന്ന താരുവിനെ നിർബന്ധിക്കാതെ ദേവു രാവിലെ റെഡിയായി കമ്പനിയിലെത്തി. 2 മാസം കഴിഞ്ഞ് കാണുന്നത് കൊണ്ട് എല്ലാവരും വിശേഷം തിരക്കി. ചെറിയൊരു ബ്രേക്ക് എന്നതിൽ കവിഞ്ഞൊന്നും ദേവു ആരോടും ഒന്നും പറഞ്ഞില്ല. പഴയ സീറ്റിലിരുന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് നിരഞ്ജൻ ക്യാബിനിലേക്ക് അവളെ വിളിപ്പിച്ചത്. ചുണ്ടിലൂറിയ പുഞ്ചിരിയോടെ ദേവു അവനടുത്തേക്ക് ചെന്നു. മേ ഐ കമിൻ? ദേവു അനുവാദം ചോദിക്കുന്നത് കേട്ട് നിരഞ്ജൻ അവളെ തറപ്പിച്ചൊന്നു നോക്കി. അത് കണ്ട ദേവു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി. എൻ്റെ മാഷേ, ഇവിടെ എല്ലാവരുടെയും മുന്നിൽ താൻ MDയും ഞാൻ സ്റ്റാഫും ആണേ, അത് മറക്കല്ലേ. ദേവു പറയുന്നത് കേട്ട് പുഞ്ചിരിയോടെ അവൻ കയ്യിലിരുന്ന ഫോൺ അവൾക്ക് നീട്ടി. സംസാരിക്കാൻ കണ്ണുകൊണ്ട് അടയാളം കൊടുത്തു. ദേവു സംശയത്തോടെ അവനെ നോക്കിയിട്ട് ഫോൺ വാങ്ങി. എന്നിട്ട് ആരാണെന്ന് കണ്ണുകൊണ്ട് ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ പുഞ്ചിരിച്ചു. ആ വിശ്വാസത്തിൽ അവൾ ഫോൺ ചെവിയോട് ചേർത്ത് പറഞ്ഞു. ഹലോ. എന്താണ് ദേവൂട്ടിയെ, ജീവിതമൊക്കെ സെറ്റാക്കിയോ അവനുമായിട്ട്? അപ്പുറത്തു നിന്നും അശ്വിൻ്റെ കുസൃതിയോടുള്ള ചോദ്യം കേട്ട് ദേവു അമ്പരന്ന് പോയി. അച്ചുവേട്ടൻ അറിഞ്ഞോ? സത്യം പറഞ്ഞ അവളുടെ മുഖം കണ്ടപ്പോൾ നിരഞ്ജന് ചിരിയാണ് വന്നത്. ആകെ ഒരങ്കലാപ്പും പരിഭ്രമവും. നെറ്റിയിലൂടെ വിയർപ്പൊഴുകി തുടങ്ങി. അച്ചുവേട്ടാ, ഞാൻ തൊട്ടടുത്ത നിമിഷം നിരഞ്ജൻ അത്ഭുതപ്പെട്ടുപോയി. ദേവു കരയുന്നു. എന്ത് പറയണമെന്നറിയാതെ പതറുന്നു. നിരഞ്ജൻ വേഗം ഫോൺ പിടിച്ചു വാങ്ങി. ദേവു, താൻ കരയല്ലേ? ഞാൻ അവനോട് പറഞ്ഞത് ഇഷ്ടായില്ലേ? ഐ ആം സോറി. എടോ, കരയല്ലേ താൻ. ദേവു മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. ദേവു, അവനിത് ആദ്യം മുതൽക്കേ അറിയാം. അതാ ഞാൻ ഐ ആം സോറി.
ഏട്ടനറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ വല്ലാണ്ടായിപ്പോയി. അതാ ഞാൻ. നിരഞ്ജൻ ചെറുപുഞ്ചിരിയോടെ എഴുന്നേറ്റ് അവളെ തോളിലൂടെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും അച്ചു കോൾ കട്ട് ചെയ്തിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും നിരഞ്ജനോട് സംസാരിക്കാവും നല്ലതെന്ന് അവന് തോന്നി. നിമിഷങ്ങൾക്കുള്ളിൽ നിരഞ്ജന് മറ്റൊരു കോള് വന്നു. അവൻ സംശയത്തോടെ അറ്റൻഡ് ചെയ്തു. കൺഗ്രാറ്റ്സ് മിസ്റ്റർ നിരഞ്ജൻ, ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ പ്രൊജക്റ്റ്. അപ്പുറത്ത് നിന്നും കേട്ട ഗ്രൗഡ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിൻ്റെ സിഇഒയുടെ വാക്കുകളിൽ അവൻ സന്തോഷിച്ചു. താങ്ക് യു സർ, അവൻ ആഹ്ലാദത്തോടെ പറഞ്ഞിട്ട് ദേവുവിന് നേരെ തിരിഞ്ഞു. ദേവു, ഇറ്റ്സ് എ ബിഗ് പ്രോജക്റ്റ്. കഴിഞ്ഞൊരു മാസം കൊണ്ട് ഞാൻ നഷ്ടപ്പെടുത്തിയ 5 പ്രോജക്റ്റിൻ്റെയും കൂടി ചേർത്ത് ഈ പ്രോജക്റ്റ് ഒക്കെ ആവും. നിനക്കറിയോ, കഴിഞ്ഞൊരാഴ്ച ഞാനിതിൻ്റെ പിറകെയായിരുന്നു. മെയിൽ സെൻഡ് ചെയ്തിട്ട് 2 ദിവസമായി, പക്ഷെ ഇതുവരെയും കോൾസ് ഒന്നും വന്നില്ല. ഞാൻ കരുതി അവർക്ക് സാറ്റിസ്ഫൈഡ് ആയില്ലെന്ന്, പക്ഷെ അവർ ഓക്കെയാണ്. നിരഞ്ജന് വളരെയധികം സന്തോഷമായി. അച്ഛൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ കമ്പനിയിൽ നിരഞ്ജൻ ചാർജ് എടുത്തിട്ട് 6 മാസമാകുന്നു. 6 മാസത്തിനിടെ 50 കോടി രൂപയാണ് നഷ്ടം. എന്നാൽ അതെല്ലാം അവൻ തിരിച്ചു പിടിച്ചിരിക്കുന്നു. ശാന്തമായി ഒരു പരാജയത്തെ എങ്ങനെ നേരിടാമെന്നവൻ കാണിച്ചു തന്നു. അനാവശ്യ കോപമില്ലാതെ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, ബാക്കിയുള്ള ബന്ധങ്ങൾക്ക് വില കൊടുത്ത്, മറ്റു കാര്യങ്ങൾക്കായി സമയം ചെലവഴിച്ച് അവൻ ജയിച്ചിരിക്കുന്നു. അവൻ്റെ പ്രശ്നങ്ങൾ അവൻ്റേത് മാത്രമായി എടുത്ത് അതിനു വേണ്ട കാര്യങ്ങൾ സംയമനത്തോടെ ചെയ്തിരിക്കുന്നു അവൻ. തഴക്കവും പഴക്കമുള്ള ഒരു ബിസിനസ് മാനെ പോലെ. തുടരും.